നമസ്കാരം. ഇന്ത്യൻ ആർമിയിലെ RVC അഥവാ റീമൗണ്ട് വെറ്റിനറി കോപ്സിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ ആവാനായിട്ട് ബിരുദധാരികളായ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായ വീഡിയോ ആണ് അബീസ് ഇൻഫോയിലൂടെ ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അബീസ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. RVC അഥവാ റീമൗണ്ട് വെറ്റിനറി കോപ്സ്, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് അഥവാ സൈനിക നീക്കങ്ങൾ, കോമ്പാറ്റ് സപ്പോർട്ട്, അതുപോലെ തന്നെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇവയിലൊക്കെ തന്നെ ഇന്ത്യൻ ആർമി സൈനിക മൃഗങ്ങളുടെ സഹായം തേടാറുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന സൈനിക മൃഗങ്ങളുടെ പരിപാലനം, പരിശീലനം ഇവയൊക്കെ ഈ ഒരു RVC എന്ന് പറയുന്ന കോപ്സിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. ഈ ഒരു കോപ്സിലേക്കാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ഓഫീസർ ആകാനായിട്ടുള്ള ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ട യോഗ്യതകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അത് വിവാഹിതരായാലും അവിവാഹിതരായാലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനു വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉറപ്പായും നിങ്ങൾ വെറ്റിനറി സയൻസിൽ ഒരു ബിരുദധാരി ആയിരിക്കണം എന്നുള്ളതാണ്. വെറ്റിനറി സയൻസോ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി, ഈ രണ്ട് വിഷയത്തിലും നിങ്ങൾ ബിരുദധാരി ആയിരിക്കണം എന്നുള്ളതാണ്. വിദേശത്തു നിന്ന് ലഭിച്ച ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും, അതായത് ഈ ആനിമൽ ഹസ്ബൻഡറിയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വെറ്റിനറി സയൻസിലോ നിങ്ങൾക്ക് വിദേശത്തു നിന്ന് ലഭിച്ച ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപേക്ഷകരിൽ നിന്നും അവരുടെ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും സെലക്റ്റഡ് ആയ അപേക്ഷകരെ SSB ഇൻ്റർവ്യൂ, അതായത് സർവീസ് സെലക്ഷൻ ബോർഡിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. SSB ക്ലിയർ ആയവർക്ക് മെഡിക്കൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർക്ക് ക്യാപ്റ്റൻ റാങ്കിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇത് അപേക്ഷിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഓൺലൈനാണ്. joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇതിൽ തന്നെ ഇതിൻ്റെ വിശദമായ വിജ്ഞാപനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപേക്ഷിക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ വിജ്ഞാപനം വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലാണ് ഒന്നാമത്തെ കാര്യം. അത് നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഗ്രാജുവേഷൻ ലെവലിലുള്ള മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ, ഇവയിൽ ഉറപ്പായും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപേക്ഷിക്കുമ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ സെലക്റ്റായി ട്രെയിനിങ്ങിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. മീൻസ് 5 വർഷത്തേക്കുള്ള ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. പക്ഷേ 14 വർഷം വരെ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ പെർമനൻറ്റ് കമ്മീഷൻ്റെ ലഭിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇതിൽ ഉള്ളതാണ്. ഓൺലൈൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 18 മെയ് 2026 നിങ്ങളുടെ പരിചയത്തിലുള്ള വെറ്റിനറി സയൻസിൽ ബിരുദധാരികളായ സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിൽ ക്ലാസ് 1 ഓഫീസർ ആവാനായിട്ടുള്ള നല്ലൊരു അവസരമാണ് അവർക്കിത്. ഇത്തരത്തിലുള്ള ഡിഫൻസ് കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ട്, അതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെയും ജയ് ഹിന്ദ്.